Who is നന്ദകുമാർ, ഗോപകുമാർ ആൻഡ് കൃഷ്ണകുമാർ? ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ 3 വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഐ സീ. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ. ഇവർക്ക് യമുന റാണിയുമായി ബന്ധമുണ്ട്. യമുന റാണി സൂചിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുന റാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന 3 കൾപ്രിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാല് വരെ ഛർദ്ദിപ്പിക്കും. സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ 3 പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും കൂടുതൽ മൊഴി തരാൻ. ഓക്കെ സാർ, ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇവരെ കൊണ്ടുവരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുന റാണിയുടെ മൊഴി കിട്ടിയതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെരി സോറി സാർ. കം ഓൺ. ശബ്ദിച്ചു പോകരുത്. ഒരല്പമെങ്കിലും വകതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്കെതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഒന്ന് വരട്ടാൻ വേണ്ടി അങ്ങനൊക്കെ പറഞ്ഞത്. പോലീസുകാരവര് തല്ലും അമ്മാവാ. ഇല്ല, തലോടും. അമ്മാവാ, ഇനി എന്താ ഒരു വഴി? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യമുന റാണിയുടെ മൊഴിയാണ് പ്രധാനം. ആസ്പത്രിയിലേക്ക് പോവാ. യമുന റാണിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യോ, യമുന റാണി ഞങ്ങളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞു കേൾക്കൂ. അവിടെ നിൽക്കാൻ. യമുന റാണി കണ്ണു തുറന്നോ? ഇല്ല. ഇപ്പോഴും ഐസ് പ്ലാന്റിൽ തന്നെയാണോ? അല്ല, ഐസിയുല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായി കാണിക്കുന്നേ? ഇത് എന്ത് പണിയാണ്? സൈലൻസ് പ്ലീസ്. നിങ്ങൾ യമുന റാണിയുടെ ആരാ? യമുന റാണിയുടെ അയൽവക്കത്ത് താമസിക്കുന്നവരാ. യമുന റാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? തന്നെ. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട്. അമ്മാവാ, കാണാൻ പറ്റില്ലേ അമ്മാവാ? എന്താ കുട്ടികളേത്? മലന്ന് കിടന്ന് തുപ്പുക. നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചുകൊണ്ടോ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പോവുക. എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. അവര് പോവാ 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 പോവാ. അയ്യോ, എന്താ സാറേ ഇത്? സാറ് വിഷമിക്കാതെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ, ആകെ പ്രശ്നമാ. ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്കാ. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും ആകെ ബ്ലോക്കായി നിൽക്കാണ്. എന്റെ യമുന റാണിക്ക് ബോധം തെളിയാതെ എനിക്ക് ഒന്നിനും ആവില്ല. സാർ, പോയി എന്തെങ്കിലും ചെയ്യണോ? കാക്കിക്കുള്ള കലാഹൃദയം ഒന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കറിയാൻ പോലെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പോടോ. ഗുരുവായൂരപ്പ, യമുന റാണിക്ക് ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കുക. കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാണ്. എല്ലാറ്റിനും തുടക്കം കുറച്ച് ഇവരാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. അസ്ഥാനത്താണെ കൂര വരെ നശിച്ചു എന്ന് വരാം. കത്തി നശിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഒരു നടി വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത്. നക്കാപ്പിച്ച ശമ്പളക്കാർക്ക് എന്തിനാടോ ടിവിയും ഫോണും ഫ്രിഡ്ജും ഒക്കെ? മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സത്യാഗ്രഹം. എങ്ങനെ മേടിച്ചു? പണം പലിശക്കെടുത്തും പണ്ടം വിറ്റുമൊക്കെ. തോപ്പിൽ കുടുംബത്തിന്റെ അന്തസ്സ് നീ കളഞ്ഞോടി. ഇല്ല തോപ്പിലാനെ, മുൻഷി ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാ ഇവര് വിറ്റ സാധനങ്ങളാ. എല്ലാം ഞാൻ പണം കൊടുത്ത് ഇവരറിയാതെ തിരികെ വാങ്ങിച്ചു വെച്ചതാ. എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളുടെ മഹത്വം? അപ്പൊ തന്റെ മക്കൾ ചെയ്തതോ? ഒരു സിനിമാ നടിയുടെ വെളുപ്പ് കണ്ടപ്പോ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോയില്ലേ? തന്റെയും മക്കളുടെയും പേരിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാ. മകളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ ഹിന്ദിവാദ്യാരുടെ ഒരു പ്രേമം. ഈ ബന്ധം വേർപെടുത്തണം. സദ്യക്ക് ഒരു വക പ്രഥമം മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചേർന്നത് 3 ഒക്കെ നഷ്ടമായില്ലേ? അതൊക്കെ താൻ തരുവോടോ? തരാം. ഒന്നും നഷ്ടമാവില്ല. എന്റെ മക്കൾ അങ്ങനെ വഴി തെറ്റില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അപ്പൊ ഞങ്ങക്ക് വന്ന കത്തോ? കത്ത് കാര്യങ്ങൾ കൈവിട്ടു പോണെന്ന് കണ്ടപ്പോ ഒരു സൂത്രപ്പണി ചെയ്തതാ. ആ കത്തയച്ചത് ഞാനാ.
മക്കളെ രക്ഷിക്കാൻ വെറുതെ പറയാ. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. മത്സരിച്ച് ഭർത്താക്കന്മാരെ ഉന്തിത്തള്ളി വിടുകയായിരുന്നില്ലേ നടിയുടെ കൂടെ കൂടാൻ. ഒരു കുടുംബം മുഴുവൻ വഴിയാധാരമാവും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നേരിട്ട് പറഞ്ഞ വില പോവില്ലെന്ന് കണ്ടപ്പോ കത്തയച്ചു. ഇതാ ഒറിജിനൽ. നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഫോട്ടോ കോപ്പി. ഈ കത്ത് കിട്ടിയതിന് ശേഷമാണോ പെമ്പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായത് അല്ലേ? ഇനി നിങ്ങൾക്ക് മക്കളെ വിളിച്ചോണ്ട് പോവാം. അവർക്ക് വേണി ആത്മഹത്യ ചെയ്യാം, അതല്ലെങ്കിൽ മാനമര്യാദയായിട്ട് ജീവിക്കാം. എന്തൊക്കെയായാലും എന്റെ പേരക്കുട്ടികളെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവര് വരില്ല. എനിക്കിവരെ വേണം. അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ ഇവരെങ്കിലും എനിക്ക് വേണം. അമ്മാവ ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ കാണണമല്ലേ? പോകാം. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യമൊന്നുമില്ല. ഇത് 4 ഒറ്റ കേസാ. ശ്വാസം വിടണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ ഞങ്ങൾ ഒന്നവരെ കണ്ടോട്ടെ. ആയിക്കോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ 5 പിള്ളേരുടെ അച്ഛനെ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ടാ, ആ ഊമക്കത്തെഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാര് ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റാ. സ്വന്തം നില മറന്ന് ആഡംബരം പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷ ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം. അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. 5ഉം 6ഉം വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴി എടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. யமுனா, என்ன மன்னிச்சிடுமா. உனக்கு பிடிக்காத எதுவும் வேண்டாம். பணம் இல்ல, நீதான் எனக்கு முக்கியம். ആ മുൻഷി പരമേശ്വര പിള്ളയും കുടുംബവും வர சொல்லுங்க. യെസ് മാഡം. ഞാൻ മുൻഷി പരമേശ്വരൻ പിള്ള, ശാന്തി നിലയത്തിലെ. എന്റെ മക്കള് ഒരു ആപത്തിൽ അകപ്പെട്ടിരിക്കുക. യമുനാ റാണിയുടെ ആത്മഹത്യാശ്രമത്തിന് കാരണം இப்படி எல்லாம் நடக்கும்னு நான் எதிர்பார்க்கவே இல்லை. അനിയും കുട്ടിയും പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ആണുങ്ങളെ തെറ്റുകാരല്ലെന്ന് പോലീസിനോട് പറയണം. പറയാം. ஆனா நீங்க எனக்கு என்ன தருவீங்க? യമുനാ റാണിക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? மேனேஜர், യെസ് മാഡം. நான் இந்த ஊருக்கு வந்ததுல இருந்தே உங்க வீட்ல ஒரு கதையே நடந்திருக்கு. விறுவிறுப்பான கதை. நான் இப்ப ஆக்ட் பண்ற படத்தோட கதையை விட சூப்பர் கதை. நம்ம கதைக்கு ஒரு கிளைமேக்ஸ் வேணும். அத நான் சொல்லட்டுமா? வாங்க. உங்களுக்கு ஒரு வாழ்க்கையை கொடுக்கணும். உங்க 2 குடும்பமும் ஒன்னா இருக்கணும். நீங்க சந்தோஷமா இருக்கணும். அதான் என் விருப்பம். கதையோட கிளைமேக்ஸ். என்ன தயக்கம்? மறுத்தா நான் போலீஸ் கிட்ட சொல்ல மாட்டேன். വേണ്ട, ഞങ്ങൾക്ക് സമ്മതമാ. അമ്മാവാ, എനിക്ക് സമ്മതാ.
நீங்க என்ன சொல்றீங்க? സമ്മതമാണെന്ന് പറയൂ, നമ്മുടെ മോന് വേണ്ടി. എന്തോ ആയിക്കോട്ടെ. மேனேஜர், മാഡം இன்ஸ்பெக்டர் கூப்பிடுங்க. സർ. യെസ് മാഡം. இன்ஸ்பெக்டர், என் சூசைட் அட்டெம்ப்ட்க்கு காரணம் இவங்க ஹஸ்பண்ட்ஸோ அந்த அணியன் குட்டியோ இல்ல. പിന്നെ ആരാ? ഞങ്ങള് ദേശപത്രത്തിന്റെ. சாரி, அது என் குடும்ப பிரச்சனை. എനിക്കതൊന്നും അല്ല പ്രശ്നം. യമുന റാണി രക്ഷപ്പെട്ടല്ലോ. അവരെ നാലുപേരെയും വിട്ടയക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ആദ്യം ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഒരു നേർച്ചയുണ്ട്, ശയന പ്രദക്ഷിണം. വരട്ടെ. டைரக்டர் சார், ப்ரொடியூசர் சார், நாளையில இருந்து ஷூட்டிங் பிளான் பண்ணிக்கங்க. நான் ரெடி. താങ്ക് യു. என் மேல உள்ள சந்தேகம் தீர்ந்ததா? இந்த ஸ்ரீகிருஷ்ணபுரமும் சாந்தி நிலையமும் நீங்க எல்லாம் என் இதயத்துல இருக்கீங்க. மறக்க மாட்டேன், ஒரு நாளும் மறக்க மாட்டேன். முன்ஷி சார், இனிமேலாவது என்ன வெறுக்க மாட்டீங்களே? இப்ப சொல்லுங்க, உங்க கதையில எனக்கு என்ன ரோல்? തെറ്റ് മുഴുവൻ എന്റെ കുട്ടികളുടെ. വലിയൊരു മനസ്സുണ്ടല്ലോ, ഞങ്ങളോട് ക്ഷമിക്കുക. എന്റെ മരുമക്കൾക്ക് യമുന റാണി ഒരു മാതൃകയാവട്ടെ. ഞങ്ങളുടെ കഥയിലെ എല്ലാ സദ്ഗുണങ്ങളുള്ള കഥാനായിക ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ ഹാപ്പി ന്യൂ ഇയർ ആയി.